വിജയം അത് എന്തു വില കൊടുത്തും നേടിയെടുക്കേണ്ടതാണ്. ഇത് ഇസ്രായേലികളുടെയും മൊസാദിന്റെയും വിജയമന്ത്രം. മറ്റൊരു ജൂൺ മാസം കൂടി പിറക്കുമ്പോൾ ഈദി അമീൻ എന്ന ഏകാധിപതിയുടെ അന്താരാഷ്ട്ര ഭീകരതയ്ക്ക് ഇസ്രായേലും മൊസാദും മറുപടി നൽകിയ ഒരു മഹാസംഭവത്തിന്റെ വാർഷികം കൂടിയാണ്. 1977 ജൂൺ 27 അന്ന് ഒരു ഇരുണ്ട അധ്യായത്തിന്റെ ആരംഭമായിരുന്നു. ടെലവീവിൽ നിന്ന് പാരീസിലേക്ക് എയർ ഫ്രാൻസ് ഫ്ലൈറ്റ് 139 പറക്കുന്നു. ഗ്രീസിലെ ഏതൻസിൽ വെച്ച് ഒരു ഇടത്താവളത്തിന് ശേഷം വിമാനം ആകാശത്തേക്ക് ഉയർന്ന നിമിഷങ്ങൾക്കുള്ളിൽ യാത്രക്കാരുടെ വേഷത്തിൽ 4 ഭീകരർ വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. 2 പേർ ജർമ്മൻ ബെഡർമെയിൻ ഹോഫ് ഗ്രൂപ്പിലെ വിൽഫ്രെഡ് പോസെയും ബ്രിജിറ്റ് കുൽമാനും, മറ്റു 2 പേർ പലസ്തീൻ വിമോചന പോരാട്ടത്തിലെ തീവ്രവാദികളും. ഇവരുടെ തോക്കുകൾക്ക് മുന്നിൽ 100-ലധികം യാത്രക്കാരുടെ ജീവൻ പണയത്തിലായി. വിമാനം വഴിതിരിച്ചുവിട്ടു ഉഗാണ്ടയിലെ എൻറ്റബെ വിമാനത്താവളത്തിലേക്ക്. അന്ന് ഉഗാണ്ട ഭരിച്ചിരുന്ന ഈദി അമീൻ എന്ന ഏകാധിപതിയുടെ മൗന അനുവാദത്തോടെയാണ് എൻറ്റബെ അന്നൊരു മരണക്കളമായി മാറിയത്. വിമാനം ലാൻഡ് ചെയ്ത നിമിഷം തന്നെ ഭീകരർ തങ്ങളുടെ തനിനിറം പുറത്തെടുക്കുകയായിരുന്നു. ബന്ദികളെ പഴയ വിമാനത്താവളത്തിലെ ടെർമിനലിലേക്ക് അവർ മാറ്റി. അവിടെയാണ് ക്രൂരമായ വേർതിരിവ് നടന്നത്. ഭീകരർ ബന്ദികളെ ഓരോന്നായി പരിശോധിച്ചു. ഇസ്രായേലികളെയും ജൂതന്മാരെയും അവർ മറ്റുള്ളവരിൽ നിന്നും വേർതിരിച്ചു നിർത്തി. ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞ ലഫ്റ്റനന്റ് കേണൽ അവിമൂർ ഓർക്കുന്നു. നാസി ക്യാമ്പുകളിൽ തടവുകാരെ വേർതിരിക്കുമ്പോൾ നടന്ന അതേ ക്രൂരമായ പ്രക്രിയ. ആരാണ് ജോലിക്ക് പോകേണ്ടത്, ആരെയാണ് ഗ്യാസ് ചേമ്പറിലേക്ക് അയക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് പോലെയായിരുന്നു ഭീകരരുടെ ആ നടപടിയെ അദ്ദേഹം ഓർക്കുന്നത്. 48 മണിക്കൂറിനുള്ളിൽ ആവശ്യങ്ങൾ അംഗീകരിക്കണം, ഇല്ലെങ്കിൽ ഓരോരുത്തരെയായി വധിക്കുമെന്ന് അവരുടെ ഭീഷണി. ഇസ്രായേൽ ഭരണകൂടം വലിയൊരു സമ്മർദ്ദത്തിലായ അവസരം. ചർച്ചകൾക്ക് സമയമില്ല, വിവരങ്ങൾ വ്യക്തവുമല്ല. ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് അവിടെ ഉണരുകയായിരുന്നു. അതിനുശേഷമുള്ള ഓരോ നിമിഷവും വിലപ്പെട്ടതായിരുന്നു. ഭീകരർ ആരെങ്കിലും ഉള്ളിൽ നിന്ന് സഹായിക്കുന്നുണ്ടോ? ഈദി അമീന്റെ സൈന്യത്തിന്റെ നീക്കങ്ങൾ എന്താണ്? വിവരങ്ങൾ ശേഖരിക്കാൻ ഇസ്രായേൽ സൈന്യം അസാധ്യമായ പല വഴികളും തേടിയ ദിവസം. ജൂലൈ 4 മുൻപ് ഒരു രക്ഷാദൌത്യം ആസൂത്രണം ചെയ്യുക എന്നതായിരുന്നു അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു വഴി. ജൂലൈ 4 അർദ്ധരാത്രി ഇരുൾമൂടിയ എൻറ്റബെയിലേക്ക് ഇസ്രായേലിന്റെ 4 C-130 ഹെർക്കുലീസ് വിമാനങ്ങൾ പറന്നിറങ്ങുന്നു. 2 ജീപ്പുകളും ഈദി അമീന്റെ കറുത്ത മെഴ്സിഡസ് കാറിന് സമാനമായ വാഹനവുമായാണ് കമാൻഡോകൾ ഇറങ്ങിയത്. ഉഗാണ്ടർ സൈനികർ പോലും കരുതിയത് അവരുടെ ഭരണാധികാരി ഈദി അമീൻ വരുന്നു എന്നാണ്. എന്നാൽ പെട്ടെന്നാണ് എല്ലാം മാറിമറിഞ്ഞത്. അപ്രതീക്ഷിതമായ ഒരു വെടിയൊച്ച ഉയർന്നു. മറനീക്കി ഇസ്രായേലി കമാൻഡോകൾ ടെർമിനലിലേക്ക് ഇരച്ചു കയറി. വെറും 6 മിനിറ്റിനുള്ളിൽ ഭീകരരെ ഓരോന്നായി അവർ വധിച്ചു. ഈ പോരാട്ടത്തിനിടെയാണ് ദൌത്യത്തിന്റെ നായകൻ ലഫ്റ്റനന്റ് കേണൽ യോനാഥൻ നെതന്യാഹു ശത്രുവിന്റെ വെടിയേറ്റ് വീണത്. മരണത്തെ മുഖാമുഖം കണ്ട 103 പേരെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് യോനാഥന്റെ ഭൗതികദേഹം ഉൾപ്പെടെ സൈനികർ വിമാനത്തിൽ കയറി. വെറും 58 മിനിറ്റിനുള്ളിൽ അവർ എൻറ്റബെയുടെ മണ്ണിൽ നിന്ന് പറന്നുയർന്നു. ജൂലൈ 4 പ്രഭാതത്തിൽ ബെൻഗൂറിയോൺ വിമാനത്താവളത്തിൽ അവർ എത്തുമ്പോൾ കാത്തിരുന്നത് ആയിരക്കണക്കിന് ഇസ്രായേലികളുടെ ആവേശമായിരുന്നു. ഓപ്പറേഷൻ എൻറ്റബെ അതാണ്. അത് കേവലം ഒരു സൈനിക വിജയമായി പറയാനാകില്ല. അത് അന്താരാഷ്ട്ര ഭീകരതയ്ക്കെതിരെയുള്ള മാനവരാശിയുടെ ധീരമായ മറുപടിയായിരുന്നു. മൊസാദിന്റെ തന്ത്രങ്ങളും ഇസ്രായേലി സൈനികരുടെ അസാമാന്യ ധീരതയും ചേർന്ന ആ പോരാട്ടം ഇന്നും ലോക ചരിത്രത്തിലെ സുവർണ ലിപികളിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. ആ കരുത്ത് ഇന്നും ചോരാതെ ഇസ്രായേൽ മുന്നോട്ടു പോകുന്നു. മൊസാദിന്റെ ഓരോ നീക്കത്തിലും ആ കരുത്തും ധീരതയും ഇന്നും കാണാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.